നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1200 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ ചതയൻ വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ ഒന്ന് പരിശോധിക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാർ വ്യാഴദശയിലാണ് ജനിക്കുക. വ്യാഴദശ ആകെ 16 വർഷമാണ്. ഏകദേശം പകുതി എന്നുള്ള കണക്കൂട്ടലിൽ വ്യാഴദശ 8 വയസ്സ് വരെ ഉണ്ടാകും എന്ന് കരുതാം. അങ്ങനെ വരുമ്പോൾ 27 വയസ്സ് വരെ ശനിദശയും 44 വയസ്സ് വരെ ബുധദശയും 51 വയസ്സ് വരെ കേതുർദശയും 71 വയസ്സ് വരെ ശുക്രദശയും 77 വയസ്സ് വരെ സൂര്യദശയും 87 വയസ്സ് വരെ ചന്ദ്രദശയും പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. ശനി, കേതു, സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളാണ് പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ളത്. എന്നിരുന്നാലും ബുധനും ശുക്രനും അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ദശാകാലങ്ങളും ഗുണഫലങ്ങളെ നൽകിയേക്കാം. നല്ല ദശാകാലം പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ഈ പറയുന്ന ഗുണഫലങ്ങൾക്ക് വർധനവുണ്ടാകും. മറിച്ചായാൽ ദോഷഫലങ്ങൾക്ക് വർധനവുണ്ടാകും, ഗുണഫലങ്ങൾക്ക് കുറവും ഉണ്ടാകാം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി അവരവരുടെ ദശാകാലം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഫലത്തെ പൂർണ്ണമായിട്ട് കേൾക്കാൻ. നമുക്കിനി പൂരിട്ടാതി നക്ഷത്രക്കാരുടെ പുതുവർഷം പൊതുവായിട്ട് എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാർക്കും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ്. നഷ്ടസാധ്യതയുള്ള കരാറുകളിലോ തൊഴിലുകളിലോ ഏർപ്പെടുന്നത് പരമാവധി ഒഴിവാക്കുക. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ബിസിനസ്സുകാരായിട്ടുള്ളവർ വിപണിയിൽ എല്ലായ്പ്പോഴും ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരവരുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അധ്യാപകരായിട്ടുള്ള പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് അവരവരുടെ പ്രവർത്തനങ്ങൾക്ക് മതിയായിട്ടുള്ള ഫലം കിട്ടുമോ എന്നുള്ള ആശങ്കയും ഉണ്ടായേക്കാം. എന്നിരുന്നാലും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നല്ല രീതിയിൽ ചെയ്യുന്ന പക്ഷം അതിനൊക്കെ ഗുണഫലങ്ങൾ ലഭിക്കും. സ്ത്രീകളായിട്ടുള്ള പൂരിട്ടാതി നക്ഷത്രക്കാർ കുടുംബാംഗങ്ങളോടും മറ്റുള്ളവരോടും നല്ല നയപരമായിട്ട് പെരുമാറേണ്ട കാലമാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള പൂരിട്ടാതി നക്ഷത്രക്കാർക്കും പ്രവർത്തനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നില്ല എന്നുള്ള ആശങ്ക ഉണ്ടായേക്കാം. എന്നിരുന്നാലും അന്തിമ ഫലം വരുമ്പോൾ അനുകൂല ഫലത്തെ ലഭിക്കുന്നതാണ്. ചെറിയ പ്രശ്നങ്ങളൊന്നും വരുന്ന വർഷം പൂരിട്ടാതി നക്ഷത്രക്കാർ കാര്യമായിട്ട് എടുക്കാൻ പാടില്ല. എന്നിരുന്നാലും കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള ശ്രമവും നടത്തേണ്ടതാണ്. ഒഴിച്ചു വിഭാഗത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ജോലിഭാരം വർദ്ധിക്കുന്നതാണ്. സമ്മർദ്ദങ്ങളും വർദ്ധിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ജോലിഭാരം വർദ്ധിച്ചേക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാർ സ്വന്തം ആരോഗ്യത്തെയും കൂടി നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സ്ത്രീകളായിട്ടുള്ള പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് അല്പം നല്ല സമയം കൂടുതലായിട്ടുണ്ട് എന്ന് പറയാം. മറ്റുള്ളവർക്ക് വേണ്ടി അനാവശ്യ കലഹങ്ങളും തർക്കങ്ങളും ഒക്കെ ഒഴിവാക്കുക. പ്രയത്നത്തിനനുസരിച്ച് പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഫലം കിട്ടുന്നതാണ്. അപകട സാധ്യതയുള്ള തൊഴിൽ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബാംഗങ്ങളുടെ വീട്ടിലെ മുതിർന്ന അംഗങ്ങളുടെയൊക്കെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. സന്തോഷകരമായിട്ടുള്ള യാത്രകൾക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.